ഹായ് ഹലോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. ഒരേ ഒരു കാര്യത്തെക്കുറിച്ചാണ് നമ്മളിവിടെ പറയുന്നത്. നമ്മുടെ ചാർട്ടിൽ ഏതൊക്കെ രീതിയിലുള്ള സ്റ്റഡികൾ ചെയ്താലും ഒരേ ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻസ് ആയിട്ട് നമ്മൾ ശ്രദ്ധിച്ച് തന്നെ ചെയ്യണം. ഓക്കെ, അതിനെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് നമ്മുടെ ചാനലിൽ ചെയ്യുന്ന എല്ലാ വീഡിയോസും എൻ്റെ ഒരു സ്റ്റഡി വെച്ചിട്ട് ചെയ്യുന്ന ഒരു കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ അത് നിങ്ങൾ ബാക്ക് ടെസ്റ്റ് ചെയ്ത് നല്ല രീതിയിൽ നിങ്ങളും ചെയ്ത് നോക്കുക. ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലോട്ട് ഡീറ്റെയിൽ ആയിട്ട് കിടക്കാം. നമ്മളൊരു ചാർട്ട് എടുത്തു കഴിഞ്ഞാൽ അത് ഏത് ചാർട്ടോ ആയിക്കോട്ടെ, നമ്മൾ സ്റ്റഡി ചെയ്യാൻ പോകുന്ന ഏതൊരു ചാർട്ടോ ആയിക്കോട്ടെ, അത് ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയോ അല്ലെങ്കിൽ സ്വിംഗ് ട്രേഡിന് വേണ്ടിയോ ഇൻട്രാഡേക്ക് വേണ്ടിയോ ഇനി ബിറ്റ് കോയിൻ ചെയ്യാനോ ഫോറക്സ് ചെയ്യാനോ ഏത് ചെയ്യാനോ ആയിക്കോട്ടെ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്നൊരു കാര്യം, ഇപ്പം നമുക്ക് മാർക്കറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, അല്ലെങ്കിൽ ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ്, ട്രെൻഡ് ലൈൻ, അല്ലെങ്കിൽ ക്യാൻഡിൽ സ്റ്റിക്സ്, കുറേ അധികം പാറ്റേൺസുകളുണ്ട്, ഹയർ ഹൈ ഹയർ ലോ, ലോവർ ഹൈ ലോവർ ലോ, ഇങ്ങനെ ഒരുപാട് രീതിയിലാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്. ചാർട്ടിൽ നമുക്ക് ആ ഒരു സ്റ്റഡിയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നതും. അപ്പോൾ ഇവിടെ നമ്മൾ എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും, ഇപ്പോൾ നമ്മൾ ഒരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് നോക്കിയിട്ട് ട്രേഡ് ചെയ്യുന്നു. ഇപ്പോൾ ഇതൊരു സപ്പോർട്ടാണ്, മുകളിൽ നോക്കുമ്പോൾ ഇതൊരു റെസിസ്റ്റൻസ് ആണ്. ഓക്കെ, അതുപോലെ ഇവിടുന്ന് മേപ്പോട്ട് നോക്കുകയാണെങ്കിൽ ഇതൊരു ട്രെൻഡായിട്ട് പോവുകയാണ്. നമ്മൾ ഇങ്ങനെ പല രീതിയിലും നമുക്ക് ട്രേഡുകൾ ചെയ്യാൻ പറ്റും. ഓക്കെ, ട്രേഡുകൾ പ്ലാൻ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ട്രെൻഡ് ലൈൻ നോക്കിയിട്ട് നമ്മൾ ട്രേഡ് പ്ലാൻ ചെയ്യുന്നു, അല്ലെങ്കിൽ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് നോക്കിയിട്ട് ട്രേഡ് പ്ലാൻ ചെയ്യുന്നു, പല എന്തെങ്കിലുമൊക്കെ പാറ്റേൺസ് ഉണ്ടെങ്കിൽ അത് നോക്കിയിട്ട് ട്രേഡ് പ്ലാൻ ചെയ്യുന്നു. ഏത് രീതിയിൽ നമ്മൾ ഇങ്ങനെ സ്റ്റഡി ചെയ്ത് നോക്കിയാലും ഏറ്റവും ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കേണ്ടുന്നത് ഈ മാർക്കറ്റ് പോകുന്നത് എങ്ങോട്ടാണ്, ആ ഒരു കറണ്ട് മാർക്കറ്റിംഗ് സിറ്റുവേഷൻസിൽ മാർക്കറ്റ് എങ്ങോട്ടാണ് പോകുന്നത്, ആ പോകാൻ സാധ്യത കൂടുതലുള്ള ഏരിയയിലേക്ക് വേണം നമ്മൾ ട്രേഡ് എടുക്കാൻ. അപ്പോൾ അത് നമ്മൾ ഏറ്റവും കൂടുതൽ നോക്കേണ്ടുന്നത് ഈ ഒരു പോയിൻ്റാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എന്താണ്, ഞാൻ എൻ്റെ പല വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്നത് മാർക്കറ്റ് മുകളിലോട്ട് പോകുമ്പോൾ എപ്പോഴും ഇങ്ങനെ ട്രെൻഡായിട്ട് ഹയർ ഹൈ ഹയർ ലോയിലായിരിക്കും മാർക്കറ്റ് എപ്പോഴും മുകളിലോട്ട് പോകുന്നത്. ഓക്കെ, ഇങ്ങനെ ഹയർ ഹൈ ഹയർ ലോയിലായിരിക്കും മാർക്കറ്റ് എപ്പോഴും മുകളിലോട്ട് പോകുന്നത്. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും, ഒന്ന് സൈഡ് വൈസ് ആവും, അല്ല എന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ലോവർ ഹൈ ലോവർ ലോയിൽ താഴത്തോട്ട് വരും. അപ്പോൾ നമ്മൾ ട്രേഡ് മേപ്പോട്ടാണെങ്കിലും താപ്പോട്ടാണെങ്കിലും ഈ ഹയർ ഹൈ ഹയർ ലോ ലോവർ ഹൈ ലോവർ ലോ ആണ് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. നമ്മൾ ചാർട്ടിൽ എന്തൊക്കെ സ്റ്റഡി ചെയ്തെന്ന് പറഞ്ഞാലും. അപ്പോൾ ഇവിടെ ഈ ഒരു ഏരിയ തന്നെ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഏതൊക്കെ രീതിയിലുള്ള സ്റ്റഡി കിട്ടിയാലും ഇവിടെ ഒരു കാര്യം നോക്കുക, മാർക്കറ്റ് ഈ ഒരു ദിവസം താഴെ ഇവിടം വരെ വന്നിരുന്നു, എന്നിട്ട് തിരിച്ച് മുകളിൽ പോയി ഇവിടെ ഒരു സപ്പോർട്ട് ക്രിയേറ്റ് ചെയ്ത് വീണ്ടും മേടിപ്പോയി. അപ്പോൾ തിരിച്ചു വരുമ്പോൾ ഒരിക്കലും ഈ ലോയ്ക്ക് താഴത്ത് മാർക്കറ്റ് പോകരുത്, സ്ട്രോങ് ആയിട്ട് പോകാൻ പാടില്ല. ഈ ലോ വരെയും അല്ലെങ്കിൽ സപ്പോർട്ട് എടുത്ത് തിരിച്ച് കയറണം. ഈ ലോയ്ക്ക് താഴത്ത് പോയി കഴിഞ്ഞാൽ എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്, ആ ലോയ്ക്ക് താഴത്ത് പോകാൻ പറ്റിക്കഴിഞ്ഞാൽ ബയ്യേഴ്സ് അവിടെ സ്ട്രോങ് അല്ല, സെല്ലേഴ്സ് ആണ് ആ ഒരു സമയത്ത് കൺട്രോൾ എടുത്ത് നിൽക്കുന്നത് എന്നാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. അപ്പോൾ ഇത് തിരിച്ച് കയറുമ്പോൾ തൊട്ട് മുമ്പുള്ള ഹൈക്ക് മേളിൽ ഇനി പോകാതെ വരികയാണെങ്കിൽ ആ ഒരു ട്രെൻഡ് ലോവർ ഹൈ ലോവർ ലോയിൽ ഇങ്ങനെയായിരിക്കും വരുന്നത്. തൊട്ട് മുമ്പുള്ള ലോയിനെ കട്ട് ചെയ്യും, തിരിച്ച് കയറുമ്പോൾ തൊട്ട് മുമ്പുള്ള ഹൈക്ക് മേളിൽ പോകത്തില്ല. ഹൈ വരെയും പോകാം, ഒരിക്കലും ഹൈക്ക് മേളിൽ പോകരുത്. ഈ ഒരു ഹൈയിൽ പോകാതെ വരുമ്പോഴാണ് നമ്മൾ 2 പോയിൻറ്റ് കണക്ട് ചെയ്ത് കിട്ടുമ്പോൾ ഈ ട്രെൻഡ് ലൈൻ കണക്ട് ചെയ്ത് വിടുന്നത്. അപ്പോൾ മൂന്നാമത്തെ പോയിൻറ്റിൽ നിന്ന് ട്രേഡ് പ്ലാൻ ചെയ്യാമെന്നൊക്കെ ഉള്ളൊരു വ്യൂ. ഓക്കെ, അത് സപ്പോർട്ട് റെസിസ്റ്റൻസ് ട്രെൻഡ് ലൈൻ എന്ത് സ്റ്റഡിയോ ആയിക്കോട്ടെ, പക്ഷേ ചാർട്ട് നോക്കുമ്പോൾ നമുക്ക് ഈ ഒരു സിറ്റുവേഷൻസ് നല്ല രീതിയിൽ മനസ്സിലാക്കാൻ പറ്റണം. മാർക്കറ്റ് ഈ പോകുന്ന ഈ ഹയർ ഹൈ ഹയർ ലോ അല്ലെങ്കിൽ ലോവർ ഹൈ ലോവർ ലോ. അപ്പോൾ ഇത് നിലവിലിപ്പോൾ വന്നുകൊണ്ടിരുന്നത് ലോവർ ഹൈ ലോവർ ലോയിലാണ് താഴത്ത് വന്നുകൊണ്ടിരുന്നത്. അവസാനത്തെ ലോ എന്ന് പറയുന്നത് ഇവിടെയായിരുന്നു. ആ ലോയിനെ കട്ട് ചെയ്താണ് മാർക്കറ്റ് താപ്പോട്ട് വന്നുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ഇവിടെ വന്നപ്പോൾ എന്തായി, തിരിച്ച് മാർക്കറ്റ് മുകളിലോട്ട് കയറാൻ നോക്കിയപ്പോൾ അവസാനത്തെ ഒരു ഹൈക്ക് മേളിൽ സ്ട്രോങ് ആയിട്ട് മാർക്കറ്റിന് കയറാൻ പറ്റി. അപ്പോൾ എന്തായി, ആ ഒരു ലോവർ ഹൈ ലോവർ ലോ മാറിയിട്ട് മാർക്കറ്റ് വീണ്ടും ഇവിടെ വന്നിട്ട് നല്ല ബൈയും പ്രഷറോട് കൂടി കയറിയിട്ട് തിരിച്ചൊരു പുൾ ബാക്ക് വന്നിട്ട് തൊട്ട് മുമ്പുള്ള ലോയ്ക്ക് താഴത്ത് വന്നില്ല, വീണ്ടും തൊട്ട് മുമ്പുള്ള ഹൈക്ക് മേളിൽ കയറി വീണ്ടും താഴത്ത് വരാൻ നോക്കിയപ്പോൾ തൊട്ട് മുമ്പുള്ള ലോയ്ക്ക് താഴത്ത് വന്നില്ല. ഇങ്ങനെയാണ് മാർക്കറ്റ് പോകുന്നത്. അപ്പോൾ ഇങ്ങനെ മുകളിലോട്ട് പോകുമ്പോൾ നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്യേണ്ടത് എന്താ, മുകളിലോട്ട് തന്നെ ട്രേഡ് എടുക്കാനാണ് നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്യേണ്ടത്. മാർക്കറ്റ് താപ്പോട്ട് വരുമ്പോഴോ താഴത്തോട്ട് എടുക്കാനാണ് കൂടുതലും ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ എന്തൊക്കെ സ്റ്റഡി ചാർട്ടിൽ ചെയ്തിട്ടെന്ന് പറഞ്ഞാലും
കൂടുതൽ നമ്മൾ നോക്കേണ്ടുന്നത് ഈ ഹയർ ഹൈ ഹയർ ലോ ലോവർ ഹൈ ലോവർ. ഇപ്പോൾ ഇവിടെ വെച്ചിട്ട് ഈ ഒരു ട്രെൽ ലൈന് താഴത്ത് മാർക്കറ്റ് ജസ്റ്റ് വരുന്ന രീതിയിലാണ്, ബ്രേക്ക് ചെയ്ത് നിൽക്കുന്ന രീതിയിലാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് താഴത്ത് പോയാലും ഈ ഒരു ലോയ്ക്ക് താഴത്ത് മാർക്കറ്റ് സ്ട്രോങ് ആയിട്ട് പോകണം. ഈ ഒരു ലോ എന്തുകൊണ്ടാണ്? ആ ഒരു മുകളിലോട്ട് പോയ പോക്ക്, ഹയർ ഹൈ ഹയർ ലോയിൽ മുകളിലോട്ട് പോയ പോക്കിൽ അവസാനത്തെ ഒരു ലോ എന്ന് പറയുന്നത് അതാണ്. ആ ഒരു ട്രെൻഡ് ലൈന് ബ്രേക്ക് ചെയ്താലും താഴത്തെ ഈ ഒരു സപ്പോർട്ട് പോയിൻ്റ് ഒരു നല്ലൊരു ഏരിയ ആയിട്ട് മാർക്ക് ചെയ്യാം, നല്ലൊരു സപ്പോർട്ട് ഏരിയ ആയിട്ട് തന്നെ ആക്ട് ചെയ്യാം. ഇവിടെ ഇതിനും താഴത്ത് വന്നാലേ മാർക്കറ്റ് വീണ്ടും എന്ത് സംഭവിക്കൂ? തൊട്ട് മുമ്പുള്ള ലോ വരെ വീണ്ടും വരാനുള്ള സാധ്യത എവിടെയുള്ളൂ. അപ്പോൾ തിരിച്ച് കയറുമ്പോൾ ഹൈനെ റെസ്പെക്റ്റ് ചെയ്യാം തൊട്ട് മുമ്പുള്ള, അല്ലെങ്കിൽ ട്രെൻഡായിട്ടാണ് വരുന്നതെങ്കിൽ ട്രെൻഡ് ലൈനെ റെസ്പെക്റ്റ് ചെയ്തിട്ട് മാർക്കറ്റ് ഇങ്ങനെ വരാം, അടുത്ത സപ്പോർട്ടിനെ തേടി വരാം. അപ്പോൾ നമ്മൾ ചാർട്ടിൽ ഈ പറയുന്ന സപ്പോർട്ട് റെസിസ്റ്റൻസുകൾ നോക്കിയാലും എന്ത് നോക്കിയാലും ഈ പറയുന്ന ഹയർ ഹൈ ഹയർ ലോ ലോവർ ഹൈ ലോവർ ലോ നല്ല രീതിയിൽ ശ്രദ്ധിച്ച് അതിന് മാത്രം കൂടുതൽ ഫോക്കസ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ആ ഒരു ചാർട്ടിൻ്റെ വ്യൂ മനസ്സിലാക്കി ട്രേഡ് പ്ലാൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഏരിയ നോക്കുക, മാർക്കറ്റ് മുകളിൽ നിന്നും താഴത്തോട്ട് വന്നുകൊണ്ടിരുന്ന മാർക്കറ്റാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ഹൈ വെച്ചു, തിരിച്ച് വീണ്ടും കയറാൻ നോക്കിയപ്പോൾ തൊട്ട് മുമ്പുള്ള ഹൈക്ക് മേളിൽ പോകുന്നില്ല, വീണ്ടും താഴെ വരെ വന്നു, തൊട്ട് മുമ്പുള്ള ഹൈക്ക് മേളിൽ പോകുന്നില്ല, വീണ്ടും താഴെ വന്നു. ഇവിടെ വന്നപ്പോൾ എന്തായി? നല്ലൊരു ബൈയും പ്രഷറിൽ അവസാനത്തെ ഹൈക്ക് മുകളിൽ കയറാൻ പറ്റി. അപ്പോൾ തിരിച്ചു വരുമ്പോൾ ഈ ലോ വരെയും ഇത് നല്ലൊരു സപ്പോർട്ടാകാം. ഇതിന് താഴത്ത് പോകാൻ പാടില്ല. ഇതിന് താഴത്ത് പോയാൽ വീണ്ടും അത് സെല്ലേഴ്സിൻ്റെ കൺട്രോളിലാണ്. ലോവർ ഹൈ ലോവർ ലോയിൽ താഴത്തോട്ട് പോകാം എന്നുള്ളൊരു വ്യൂ. അപ്പോൾ ഇതെന്തായി? ആ ഒരു അവസാനത്തെ ഹൈക്ക് മേളിൽ കയറിയപ്പം ബയ്യേഴ്സ് അവിടെ സ്ട്രോങ് ആണ്, അല്ലെങ്കിൽ ആ ഒരു ട്രെൻഡ് ആ ഒരു സമയത്ത് ചേഞ്ച് ആവുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. തിരിച്ച് കയറുമ്പോൾ തൊട്ട് മുമ്പുള്ള ലോയ്ക്ക് താഴത്ത് വരരുത്. ഓക്കെ, ഇങ്ങനെ തൊട്ട് മുമ്പുള്ള ഹൈനെ കട്ട് ചെയ്ത് പോവുക, തൊട്ട് മുമ്പുള്ള ലോയ്ക്ക് താഴത്ത് വരരുത്. ഇതാണ് അവിടുത്തെ ആ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്. നമ്മൾ മെയിൻ ഫോക്കസ് എന്തൊക്കെ സ്റ്റഡി ചെയ്തെന്ന് പറഞ്ഞാൽ ട്രെൻഡ് ലൈൻ വരയ്ക്കുകയോ പാറ്റേൺസുകൾ നോക്കിയോ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് നോക്കിയോ ഏത് നോക്കി ചെയ്താലും ഏറ്റവും ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കേണ്ട ഈ പറയുന്ന ഹയർ ഹൈ ഹയർ ലോ ലോവർ ഹൈ ലോവർ ലോയിലേക്കായിരിക്കണം. അതാണ് ആ ഒരു ട്രെൻഡ് നമ്മളെ കാണിച്ചു തരുന്നത്. നല്ല രീതിയിൽ ട്രെൻഡ് മുകളിലോട്ടാണോ താഴത്തോട്ടാണോ കൂടുതൽ പോകാൻ സാധ്യത എന്ന് കാണിച്ചു തരുന്നത് ഈ ഹയർ ഹൈ ഹയർ ലോ ലോവർ ഹൈ ലോവർ ലോ. അപ്പോൾ ഈ ഒരു ഹയർ ഹൈ ഹയർ ലോ അല്ലെങ്കിൽ ലോവർ ഹൈ ലോവർ ലോ മനസ്സിലാക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്യാം, സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് നോക്കാം, എന്തെങ്കിലും പാറ്റേണിലാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ആ പാറ്റേൺ ഐഡൻറ്റിഫൈ ചെയ്യാം, എല്ലാം പറ്റും. അപ്പം ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ബാക്കിയുള്ള സ്റ്റഡിയും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ട്രേഡ് നല്ല രീതിയിൽ ശ്രദ്ധിച്ച് നമുക്ക് സക്സസ്ഫുള്ളായിട്ട് ചെയ്തു പോകാനായിട്ട് പറ്റും. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻസ് ഇത് തന്നെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇനി തിരിച്ചിറങ്ങുകയാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കല്? തൊട്ട് മുമ്പുള്ള ലോയ്ക്ക് താഴത്ത് വരരുത്. ലോ വരെയും സപ്പോർട്ടാകാം. ഓക്കെ, എവിടെ നിന്നാണോ ആ ഒരു ബിഗ് മൂവ്മെൻ്റ് ആയിട്ട് കയറിയിരിക്കുന്നത്, അതിപ്പോൾ 5 മിനിറ്റിലായാലും 1 അവറിലായാലും ഡെയിലിയിലായാലും ഏത് ടൈം ഫ്രെയിമിലാണോ നമ്മൾ നോക്കുന്നത്, ആ ഒരു ടൈം ഫ്രെയിമിൽ അവസാനത്തെ ലോയ്ക്ക് താഴത്ത് പോകരുത്. ആ ലോ വരെയും ഇത് സപ്പോർട്ടായിട്ട് തന്നെ നിൽക്കാം. ഓക്കെ, അപ്പോൾ തിരിച്ച് വീണ്ടും കയറി തൊട്ട് മുമ്പുള്ള ഹൈക്ക് മേളിൽ പോകുന്നില്ല, തൊട്ട് മുമ്പുള്ള ലോയ്ക്ക് താഴത്ത് വരാൻ പറ്റി സ്ട്രോങ് ആയിട്ട്. അപ്പോൾ പിന്നെ എന്താ? ഈ ട്രെൻഡ് ചേഞ്ചായി തിരിച്ച് വരുമ്പോൾ തിരിച്ച് മുകളിലോട്ട് കയറുമ്പോൾ തൊട്ട് മുമ്പുള്ള ഹൈ വരെയും പോകാം, അല്ലെങ്കിൽ ഹൈക്ക് പോകാതെയും വരാം. ഇവിടുത്തെ വ്യൂ ഇത്രയേ ഉള്ളൂ. അവസാനത്തെ ലോയിനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് കയറുമ്പോൾ അവസാനത്തെ ഹൈക്ക് മുകളിൽ പോകരുത്. ഇങ്ങനെയായിരിക്കും മാർക്കറ്റ് എപ്പോഴും വരുന്നത്. കൂടുതലും നമ്മൾ ചാർട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ചില സമയത്തൊക്കെ ചെറിയൊരു കൺഫ്യൂഷനൊക്കെ ആക്കിയിട്ടുള്ള രീതിയിൽ മൂവ് ചെയ്യാം. അത് നമ്മൾ കാര്യമാക്കണ്ട. കൂടുതലും മാർക്കറ്റ് ഇതേ രീതിയിൽ ലോവർ ഹൈ ലോവർ ലോ ഹയർ ഹൈ ഹയർ ലോ അല്ലെങ്കിൽ ഒന്ന് സൈഡ് വൈസ് ആവും, പിന്നെയും അവസാനത്തെ ഹൈക്ക് മേളിൽ കയറും, തിരിച്ച് അടുത്ത റെസിസ്റ്റൻസിനെ തേടിപ്പോവും. പോകാൻ പറ്റിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും? തിരിച്ചു വരുമ്പോൾ അവസാനത്തെ ലോയ്ക്ക് താഴത്ത് വരരുത്, അത്രയേ ഉള്ളൂ. ഓക്കെ, അവസാനത്തെ ലോയ്ക്ക് താഴത്ത് വന്നാൽ വീണ്ടും അടുത്തൊരു സപ്പോർട്ട് വരെ വരാം. ആ സപ്പോർട്ടിനെയും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അത് താഴത്തായിട്ട് വരാം. ഉണ്ട്, ഇവിടെ വന്നിട്ട് ഈ ഒരു അവസാനത്തെ ലോയ്ക്ക് താഴത്ത് മാർക്കറ്റിന് വീണ്ടും വരാൻ പറ്റി. അപ്പോൾ വീണ്ടും ആ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുന്നു ലോവർ ഹൈ ലോവർ ലോയിൽ. ഇതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം. ഹയർ ഹൈ ഹയർ ലോ ലോവർ ഹൈ ലോവർ ലോ ഏറ്റവും ഇമ്പോർട്ടൻസ് ആയിട്ട് നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യുക. ഇത് എത്രത്തോളം ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാവോ അത്രത്തോളം ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുക ഈ ഒരു കാര്യം. ഓക്കെ, അപ്പോൾ ഇതാണ് ഏറ്റവും കൂടുതൽ നമ്മൾ എന്തൊക്കെ സ്റ്റഡി ചെയ്തു എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യം
ഈ ഹയർ ഹൈ ഹയർ ലോ, ലോവർ ഹൈ ലോവർ ലോ ആണ്. ഇത് നിങ്ങൾക്ക് ഏതൊക്കെ ചാർട്ടിൽ, ഏത് ചാർട്ടിലാണോ നിങ്ങൾ ചെയ്യുന്നത് ആ ചാർട്ടിലെല്ലാം സ്റ്റഡി ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം നല്ല രീതിയിൽ ചാർട്ടിൽ പോയിട്ട് നിങ്ങളൊന്ന് ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുക, പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഹയർ ഹൈ ഹയർ ലോ, ലോവർ ഹൈ ലോവർ ലോ ഒരിക്കലും മറക്കരുത്. ഏറ്റവും ഇമ്പോർട്ടൻസ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ് ഈ ഒരു കാര്യം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം, കമൻറ്റ് ചെയ്യാം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.